ഇപ്പോൾ ചക്ക സീസൺ അല്ലേ, അപ്പം നല്ല അടിപൊളി തേൻ വരിക്ക ചക്ക കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്. ചക്കപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ചക്ക അടയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പാനിലേക്ക് മാറ്റാം. കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം, ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യിന് അവിടെ കുറച്ച് അധികമായിട്ട് എടുക്കുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് പോലെ ചേർക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ സ്വീറ്റിഫൈ ആണ് കേട്ടോ എടുക്കുന്നത്. വെറും 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്വീറ്റിഫൈ 100% നാച്ചുറൽ ആ ഒരു പ്ലാന്റ് ബേസ്ഡ് ഷുഗർ ആണ് കേട്ടോ വരുന്നത്. സ്റ്റീവിയ പ്ലാന്റ് ആണ്. ആ ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബേക്കിങ്ങും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷുഗർ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ. അപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടയ്ക്കുള്ള ആ ഒരു മാവാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് അതുപോലെ ഒന്ന് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നൂലപ്പം പിഴിഞ്ഞെടുക്കുന്ന പോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടി കാണാനൊരു ഭംഗിക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ, നോർമലി ഒന്ന് പരത്തി എടുത്താലും മതി. ഇനി ആ ഒരു ഫില്ലിംഗ് കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ അട കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചക്കയും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.